എല്ലാവർക്കും നമസ്കാരം. ലോക ഹൃദയദിന ആശംസകൾ. പെട്ടെന്നുണ്ടാകുന്ന ഹൃദയസ്തംഭനം മൂലമുള്ള മരണങ്ങൾ ഇന്ന് വളരെ അധികമുണ്ട്. ഏകദേശം 1 ലക്ഷം ജനങ്ങളെ എടുത്തു നോക്കിയാൽ അതിൽ 53ഓളം പേർ ഒരു വർഷം കൊണ്ട് ഈ സഡൻ കാർഡിയാക് ഡെത്ത് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയസ്തംഭനം മൂലമുള്ള മരണത്തിന് ഇരയാകുന്നുണ്ട്. ഇന്ത്യയിലെ മൊത്തം മരണത്തിന്റെ കണക്ക് നോക്കിയാൽ 5.6% മരണങ്ങളും ഇങ്ങനെ സഡൻ കാർഡിയാക് ഡെത്ത് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയസ്തംഭനം കൊണ്ടുണ്ടാകുന്നവയാണ്. ഇത് പൊതുസ്ഥലങ്ങളിൽ വെച്ചോ ജോലി സ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ ആതുരാലയങ്ങളിൽ വെച്ചോ എവിടെ വെച്ച് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ ഉള്ള കൃത്യമായ ഒരു ഇടപെടലാണ് ഒരു ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് കാർഡിയോപൾമണറി റിസസിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് എന്നൊക്കെയാണ് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിന് പറയുന്നത്. പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഒരാൾ കുഴഞ്ഞു വീണാൽ അത് സഡൻ കാർഡിയക് അറസ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്നുള്ള പമ്പിങ്ങും അതുപോലെ ശ്വാസോച്ഛ്വാസവും നിലനിർത്തിക്കൊണ്ട് നല്ല ആ രോഗിയുടെ ഹൃദയം തിരിച്ച് പമ്പിങ്ങിലേക്ക് വരുവാനും അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസം പുനഃസ്ഥാപിക്കുവാനും അതോടൊപ്പം അതുകൊണ്ട് ഈ നമ്മുടെ മസ്തിഷ്കത്തിലും കിഡ്നിയിലേക്കും മറ്റുമുള്ള ഓക്സിജന്റെ അളവ് വേണ്ട രീതിയിൽ നിലനിർത്തി ജീവൻ നിലനിർത്തുവാനും സഹായിക്കുന്ന കാർഡിയോപൾമണറി റിസസിറ്റേഷൻ നമ്മൾ പൊതുജനങ്ങൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് അവെയറാകുകയും അല്ലെങ്കിൽ അത് കൃത്യമായ സമയത്ത് കൊടുക്കുവാൻ സാധിക്കത്തക്ക രീതിയിൽ ട്രെയിൻഡ് ആകുകയും ചെയ്യുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്.